പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 3ാമത്തെ യൂണിറ്റായ കേരള, ദി ലാൻഡ്, ദി റെയിൻ ആൻഡ് ദി പീപ്പിൾ, കേരളം, മണ്ണും മഴയും മനുഷ്യനും എന്ന യൂണിറ്റിന്റെ ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പാർട്ട് 2 ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ടേബിൾ അനാലിസിസ് ആണ്. പട്ടിക വിശകലനം ചെയ്ത് അതിന് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കണ്ടെത്താം. എന്താണ് വിശകലനം ചെയ്യേണ്ടത്? വേരിയേഷൻസ് ഇൻ ദി ലാൻഡ് ഏരിയ ഓഫ് സം ഇമ്പോർട്ടന്റ് ക്രോപ്സ് ഇൻ കേരള ഓവർ പാസ്റ്റ് 50 ഇയേഴ്സ്. കേരളത്തിലെ ചില പ്രധാന വിളകളുടെ ഭൂവിസ്തൃതിയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെയുണ്ടായിട്ടുള്ള വ്യത്യാസമാണ് വിശകലനം ചെയ്യേണ്ടത്. ടേബിൾ വളരെ വ്യക്തമായി നിരീക്ഷിക്കുക. 4 വിളകളാണ് ടേബിളിൽ നൽകിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? പേടി, ടപ്യോക്ക, കോക്കനട്ട്, റബ്ബർ. നെല്ല്, മരിച്ചീനി, തെങ്ങ്, റബ്ബർ. ഈ 4 വിളകളുടെ ഭൂവിസ്തൃതിയിൽ 1961 to 2011 1961 മുതൽ 2011 വരെ എന്ത് മാറ്റമാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദി ക്രോപ്സ് ദാറ്റ് റെക്കോർഡഡ് എ റിഡക്ഷൻ ഇൻ ലാൻഡ് ഏരിയ. ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയിലാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഈ ടേബിളിൽ 1961 പേടി, നെല്ല് എത്ര ഹെക്ടറിലാണ് കൃഷി ചെയ്തിരുന്നത്? 7.5 lakh ഹെക്ടർ അല്ലെ? 7.5 ലക്ഷം ഹെക്ടറിലായിരുന്നു 1961 നെൽകൃഷി നടത്തിയിരുന്നത്. എന്നാൽ 2011 ആയപ്പോൾ എന്താണ് സംഭവിച്ചത്? 2.08 lakh ഹെക്ടറായി കുറഞ്ഞു. അതുപോലെ ടപ്യോക്ക, മരിച്ചിനി 1961 എത്ര ഹെക്ടറാണ് കൃഷി ചെയ്തിരുന്നത്? 2.37 2.37 ലക്ഷം ഹെക്ടറായിരുന്നു 1961 മരിച്ചീനിയുടെ ഭൂവിസ്തൃതി. എന്നാൽ 2011 ആയപ്പോഴോ 2011 അത് 0.75 ആയി കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയിലാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? പേടി, ടപ്യോക്ക. ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് നെൽകൃഷിയുടെ ഭൂവിസ്തൃതിയിലാണ്. അതോടൊപ്പം മലയാളികളുടെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നായ ടപ്യോക്ക, മരിച്ചീനിയുടെ ഭൂവിസ്തൃതിയിലും കുറവ് വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദി ക്രോപ്പ് ഹൂസ് ലാൻഡ് ഏരിയ ഡിക്രീസ്ഡ് ദി മോസ്റ്റ്. ഏത് വിളയുടെ ഭൂവിസ്തൃതിയാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്? അത് നമ്മളിപ്പോൾ വിശകലനം ചെയ്തതാണ്. ഏത് വിളയുടെ ഭൂവിസ്തൃതിയാണ് ഏറ്റവും കുറഞ്ഞത്? പേടി, നെല്ലിന്റെ ഭൂവിസ്തൃതിയാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദി ക്രോപ്സ് ഹൂസ് ലാൻഡ് ഏരിയ ഇൻക്രീസ്ഡ്. ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയാണ് കൂടിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. നമുക്ക് ടേബിൾ ഒരിക്കൽ കൂടി വിശദമായി നിരീക്ഷിക്കാം. പേടി, ടപ്യോക്ക എന്നീ വിളകളുടെ ഭൂവിസ്തൃതി കുറഞ്ഞതായി നമ്മൾ പഠിച്ചു. കോക്കനട്ടിന്റെ ഭൂവിസ്തൃതി 1961 5.05 lakh ഹെക്ടർ ആയിരുന്നു. അത് 2011 ആയപ്പോ 2011 8.21 ആയി അല്ലെ? 8.21 ലക്ഷം ഹെക്ടറായി മാറി. അപ്പോൾ കോക്കനട്ടിന്റെ ഭൂവിസ്തൃതി കൂടിയതായി നമുക്ക് മനസ്സിലാക്കാം. റബ്ബറിന്റെ ഭൂവിസ്തൃതിയിൽ എന്ത് മാറ്റമാണ് വന്നത്? 1961 1.33 ലക്ഷം ഹെക്ടറിൽ കൃഷി ചെയ്തിരുന്ന റബ്ബർ 2011 ആയപ്പോ 5.40 ആയി ഉയർന്നു. ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയാണ് കൂടിയിട്ടുള്ളത്? കോക്കനട്ട്, റബ്ബർ. തെങ്ങിന്റെയും റബ്ബറിന്റെയും ഭൂവിസ്തൃതിയാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഈ ടേബിളിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള വിളകളിൽ കേരളത്തിലെ ഏറ്റവും അധികം ഭൂവിസ്തൃതി തെങ്ങിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി റിഡക്ഷൻ ഇൻ കൾട്ടിവബിൾ ലാൻഡ് ഏരിയ അഫക്ട് ദി അഗ്രികൾച്ചറൽ സെക്ടർ. കൃഷിഭൂമി കുറയുന്നത് കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? If cultivable lands are reduced, then agriculture will also reduce and there will be less crop production. കൃഷിഭൂമി കുറയുകയാണെങ്കിൽ കൃഷി കുറയുകയും അങ്ങനെ വിള ഉൽപാദനം കുറയുകയും ചെയ്യും. കൃഷിഭൂമി കുറഞ്ഞാലുള്ള ഒന്നാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കൃഷി കുറയും, അതോടൊപ്പം കാർഷിക ഉൽപാദനവും കുറയും. This will affect people's income and will cause famine in that area. കാർഷിക ഭൂമി കുറഞ്ഞാലുള്ള മറ്റൊരു പ്രധാന പ്രശ്നം, ഇത് ആളുകളുടെ വരുമാനത്തെ ബാധിക്കുകയും ആ പ്രദേശത്ത് ക്ഷാമമുണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കൃഷിഭൂമി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ദി ഇറിഗേഷൻ ഫെസിലിറ്റീസ് ബിക്കം ലെസ് ആൻഡ് വിൽ റെഡ്യൂസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. ജലസേചന സൗകര്യങ്ങൾ കുറയുകയും ഇത് കാർഷിക ഉൽപാദനക്ഷമത
കുറയ്ക്കുകയും ചെയ്യും. നിലവും കുളവുമൊക്കെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നമ്മൾ മണ്ണിട്ട് നികത്തുമ്പോൾ ജലസേചന സൗകര്യം കുറയുകയും അത് കാർഷിക ഉൽപാദനത്തെ ബാധിക്കുകയും ചെയ്യും. അടുത്ത പോയിന്റ് എന്താണ്? അൺഎംപ്ലോയ്മെന്റ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. കാർഷിക മേഖലയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകും. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലില്ലായ്മ. കാർഷിക മേഖലയിൽ തൊഴിലില്ലായ്മയുണ്ടാകും. നെക്സ്റ്റ് പോയിന്റ്, ദി ഫാമേഴ്സ് വെയർ ഫോഴ്സ്ഡ് ടു ഗീവ് അപ്പ് അഗ്രികൾച്ചർ ആൻഡ് സ്വിച്ച് ടു അതർ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. കൃഷിഭൂമി കുറയുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം കർഷകർ കൃഷി ഉപേക്ഷിച്ച് മറ്റു തൊഴിൽ മേഖലകളിലേക്ക് മാറാൻ നിർബന്ധിതരാകും. കൃഷിഭൂമി കുറഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ആർ സെഡ് ടു ബി ദി ചീഫ് കോസ് ഓഫ് മെനി ന്യൂ ജനറേഷൻ ഡിസീസസ് സച്ച് ആസ് ഹൈപ്പർടെൻഷൻ, ഹാർട്ട് ഡിസീസസ്, ഡയബറ്റീസ് എക്സെട്ര. ദീസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ പല പുതിയ തലമുറ രോഗങ്ങൾക്കും പ്രധാന കാരണമായി പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് ഇവയെ പൊതുവായി അറിയപ്പെടുന്നത്. അതായത് പരമ്പരാഗതമായ ജീവിതശൈലിയിൽ വന്ന മാറ്റവും അധ്വാനത്തിന്റെ കുറവുമൊക്കെ പുതിയ പല രോഗങ്ങൾക്കും കാരണമായി. ഈ രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നൽകിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ലിസ്റ്റ് the changes that occurred in the lifestyle of Keralites who shifted from the agro-based culture. കാർഷിക സംസ്കാരത്തിൽ നിന്ന് മാറിയ മലയാളിയുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? പട്ടികപ്പെടുത്തൂ എന്നാണ് ചോദ്യം. ജീവിതശൈലിയിൽ വന്ന മാറ്റം ആരോഗ്യപരിപാലനത്തിലും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും നിരവധി മാറ്റങ്ങൾ വരുത്തി. പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത് Instead of cultivating as many crops as possible, everything buying with money. കഴിയുന്നത്ര വിളകൾ കൃഷി ചെയ്യുന്നതിന് പകരം എല്ലാം പണം കൊടുത്തു വാങ്ങുന്നു. ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടായി നമുക്ക്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ബിക്കെയിം ദി ഹാബിറ്റ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ശീലമായി. ഇറ്റ് കോസ്ഡ് മെനി ന്യൂ ജനറേഷൻ ഡിസീസസ് സച്ച് ആസ് ഹൈപ്പർടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ് എക്സെട്ര. ഇത് രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിങ്ങനെയുള്ള പുതുതലമുറ രോഗങ്ങൾക്ക് കാരണമായി. വാട്ട് ഈസ് ദി മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി കേരളൈറ്റ്സ് who shifted from the rural life to an urban one? ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നഗരജീവിതത്തിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഏത്? വേസ്റ്റ് ഡിസ്പോസൽ, മാലിന്യ സംസ്കരണം. ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നഗരകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഏതാണ്? വേസ്റ്റ് ഡിസ്പോസൽ, മാലിന്യ സംസ്കരണം. ഹൗ ക്യാൻ വി സോൾവ് ദി പ്രോബ്ലംസ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ? മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം? മലയാളി ഇന്ന് ഏറെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായ മാലിന്യ സംസ്കരണം, അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നാണ് ചോദ്യം. ഓർഗാനിക് മാന്യൂർ ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ദി ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ജനറേറ്റഡ് അറ്റ് ഹോം. വീട്ടിലെ ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ച് ജൈവവളം തയ്യാറാക്കാം. ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ അവർ വെജിറ്റബിൾ ഗാർഡൻസ് ആൻഡ് ഫാംസ്. ഇത് നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടത്തിലും ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലെ ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ച് ജൈവവളമാക്കി നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാം. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ദി ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ജനറേറ്റഡ് അറ്റ് ഹോം ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് വെർമി കമ്പോസ്റ്റ്. വീട്ടിലെ ജൈവമാലിന്യങ്ങൾ ഉപയോഗിച്ച് വെർമി കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം. അങ്ങനെ നമുക്ക് വീട്ടിലെ മാലിന്യം സംസ്കരിക്കാം. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് മേക്കിംഗ് ബയോഗ്യാസ് ഫ്രം ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ഈസ് അനദർ മെത്തേഡ്. ജൈവമാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കുകയാണ് മറ്റൊരു മാർഗം. മാലിന്യ നിർമ്മാർജ്ജനത്തിന് നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിലെ ജൈവമാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി മാറ്റാം. ജൈവമാലിന്യങ്ങൾ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ബയോഗ്യാസ് നിർമ്മിക്കാം. ഈ മാർഗങ്ങളിലൂടെ നമ്മുടെ വീട്ടിലെ മാലിന്യം നമുക്ക് തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് വിത്തൗട്ട് സോയിൽ.
മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി. നഗരവാസികളുടെ സ്ഥിരം പരാതിയാണ് കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷെ മണ്ണില്ല. അതിനുള്ള മെത്തേഡാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ കഴിയുന്ന മെത്തേഡ് ഏതാണ്? ഹൈഡ്രോപോണിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is a farming method that helps to make a home vegetable garden for those who have very little space? വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പച്ചക്കറിത്തോട്ടമുണ്ടാക്കാൻ സഹായകമായ കൃഷിരീതി ഏത്? വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷിരീതി നടപ്പാക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറിത്തോട്ടമുണ്ടാക്കാൻ സഹായിക്കുന്ന രീതി ഏതാണ്? വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ഗവൺമെന്റ് ഏജൻസീസ് ദാറ്റ് പ്രൊമോട്ട് അഗ്രികൾച്ചർ ഇൻ കേരള? കേരളത്തിലെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ ഏജൻസികൾ ഏതൊക്കെയാണ്? വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരള, VFPCK. മറ്റൊരു ഏജൻസി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ദി അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്, കുടുംബശ്രീ മിഷൻ ആൻഡ് സെവറൽ അതർ ഏജൻസീസ് ഹെൽപ്പ് ദി ഗവൺമെന്റ് ഇൻ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ. കൃഷി വകുപ്പും കുടുംബശ്രീ മിഷനും മറ്റ് നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി എയിം ഓഫ് ദി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ? സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ലക്ഷ്യം എന്താണ്? എന്ത് ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദ്യം. The State Horticulture Mission functions with the aim of promoting the cultivation of different varieties of fruits, vegetables, spice crops, mushroom, medicinal plants. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂൺ ഇനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. പ്രൊമോഷൻ ഓഫ് Beekeeping is also an aim of this mission. Beekeeping, തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ മിഷന്റെ ലക്ഷ്യമാണ്. അപ്പോൾ പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂണിനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക, തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക, ഇവയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പ്രധാന ലക്ഷ്യം. വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്? എന്താണ് ഹരിതഗൃഹ കൃഷി? ഇൻ സിവിയർലി കോൾഡ് റീജിയൻ, ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഗ്ലാസ് റൂഫ്ഡ് റൂംസ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദം. ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഹരിതഗൃഹ കൃഷി എന്താണെന്ന് മനസ്സിലായോ? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്നു. ഈ രീതിയാണ് ഹരിതഗൃഹ കൃഷി എന്ന് അറിയപ്പെടുന്നത്. വളരെയധികം തണുപ്പുള്ള പ്രദേശങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്വീകരിക്കുന്ന രീതി എന്ന് പറയുന്നത് സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തും. ഈ രീതിയാണ് ഹരിതഗൃഹ കൃഷി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പ്രിസിഷൻ ഫാമിംഗ്? എന്താണ് കൃത്യതാ കൃഷി? ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ഗിവിംഗ് ആഡിക്വേറ്റ് കെയർ ഫോർ ഈച്ച് ക്രോപ്പ് ആൻഡ് സോയിൽ ടൈപ്പ് പ്രിസൈസ്ലി അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. കൃത്യതാ കൃഷി എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ്. അതായത് ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും അനുസരിച്ച് വെള്ളവും വളവും ഒക്കെ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിക്ക് പറയുന്ന പേരാണ് പ്രിസിഷൻ ഫാമിംഗ്, കൃത്യതാ കൃഷി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഫെർട്ടിഗേഷൻ? എന്താണ് ഫെർട്ടിഗേഷൻ? ഫെർട്ടിഗേഷൻ ഈസ് ദി മെത്തേഡ് ഓഫ് ഗിവിംഗ് വാട്ടർ ആൻഡ് മാന്യൂർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. വെള്ളവും വളവും കണിക രൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. എന്താണ് ഫെർട്ടിഗേഷൻ? ഫെർട്ടിഗേഷൻ ഈസ് ദി മെത്തേഡ് ഓഫ് ഗിവിംഗ് വാട്ടർ ആൻഡ് മാന്യൂർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. വെള്ളവും വളവും കണിക രൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. ഈ യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത യൂണിറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.